ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വളമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വളമെന്ന് പറഞ്ഞാൽ നല്ലൊരു കീടനാശിനിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെടികൾ നല്ലതുപോലെ പൂക്കാൻ, എസ്പെഷ്യലി ഈ ബൊഗൈൻവില്ലയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ എത്ര പൂക്കാത്ത ബൊഗൈൻവില്ലയും അതുപോലെ റോസ്, മുല്ല ഇതുപോലുള്ള ചെടികൾ, അതുപോലെ ചെമ്പരത്തിക്കൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കുന്ന ഒരു വളമാണ് ഇത് നിങ്ങൾക്ക് പച്ചക്കറികൾക്ക് ഒരു വിധത്തിൽപ്പെട്ട മുഞ്ഞ, വെള്ളീച്ച അതുപോലുള്ള ജീവികൾ വരാതിരിക്കാനും നല്ല ഒരു കീടനാശിനിയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബൊഗൈൻവില്ല ചെടികൾ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏതൊക്കെ കളേഴ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, പിന്നെ എന്തൊക്കെ ഫെർട്ടിലൈസേഴ്സാണ് ഇതിന് കൊടുക്കുന്നതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഈ സാധാരണയായിട്ട് നമ്മൾ ബൊഗൈൻവില്ല പൂക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന രാസവളങ്ങളാണ് NPK, അതുപോലെ DAP, ഇതുപോലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. 19 നമ്മൾ ഒരു നുള്ളെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബൊഗൈൻവില്ല പെട്ടെന്ന് തന്നെ പൂക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഈ ബൊഗൈൻവില്ല പൂക്കുന്നത് ഈ രാസവളങ്ങൾ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ രാസവളങ്ങളിൽ ആശ്രയിക്കേണ്ടി വരും. പക്ഷേങ്കിൽ എപ്പോഴും നമ്മൾ ജൈവവളം കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണിൻ്റെ ക്വാളിറ്റി കൂടുകയും പിന്നീട് തന്നെ ചെടി പൂക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ജൈവവളം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയിലെ നല്ല പുളിച്ച തൈരാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വേണ്ടിയത്. അപ്പോൾ നമ്മൾ തന്നെ ഉറയൊഴിച്ച് എടുക്കുന്ന തൈരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് തൈരാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കണ്ടോ, നല്ല പുളിച്ച തൈരാണത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം തൈര് ഇതിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തൈര് വേണമെന്നില്ല. ജസ്റ്റ് 1 ലിറ്റർ വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു 2 ഗ്രാം കായം നല്ലതുപോലെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 1 ലിറ്റർ വെള്ളം നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കീടങ്ങൾ വരാതിരിക്കും. അതായത് തൈരല്ല, പ്ലെയിൻ വാട്ടറിൽ നമ്മുടെ കായത്തിൻ്റെ പൊടി ഇട്ടതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുമാതിരി കീടങ്ങളൊന്നും നമ്മുടെ പൂന്തോട്ടത്തിൽ വരത്തില്ല. പൂന്തോട്ടത്തിൽ നിന്നല്ല, പച്ചക്കറികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. തക്കാളി, അതുപോലെ വെണ്ടയ്ക്ക, അങ്ങനെ പച്ചമുളക്, ഇതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാൻ വളരെ നല്ല. കാരണം ഇതിനകത്ത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ തൈരിൻ്റെ അകത്ത് ചേർക്കേണ്ടത് അസഫോയിറ്റഡ് അല്ലെങ്കിൽ നമ്മളുടെ കായത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഇതുപോലുള്ള കായം നമുക്ക് അലിച്ച് ഇതിലേക്ക് ചേർത്താലും മതി. 2 ഗ്രാം മുതൽ ഒരു 10 ഗ്രാം വരെയൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കായം എന്ന് പറഞ്ഞാൽ പാൽക്കായമാണ്. ഈ പാൽക്കായം നമുക്ക് ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്നതാണ്. പാൽക്കായം എന്ന് പറഞ്ഞാൽ മതി, അവരെടുത്ത് തരും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ 15 ദിവസത്തിൽ ഒരിക്കൽ ചെയ്യാറുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. എസ്പെഷ്യലി ബൊഗൈൻവില്ലയൊക്കെ ഉണ്ടല്ലോ, ഒട്ടും പൂക്കാതെ മുരടിച്ച് ഒരു റെസ്പോൺസ് ഇല്ലാതെ നിൽക്കുന്ന ചെടിക്കൊക്കെ ഇത് സ്പ്രേ ചെയ്യാൻ ഒത്തിരി നല്ലതാണ്. നമ്മുടെ റോസിനും പിന്നെ ബൊഗൈൻവില്ല, ചെമ്പരത്തി, മുല്ല, ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ലിറ്റർ വെള്ളം എടുക്കാം. ആ വെള്ളത്തിലേക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ലായെങ്കിൽ നമുക്കിത് വെറുതെ കൊണ്ടുപോയി അതിന് നമ്മുടെ ഇലകളിലും അതുപോലെ മണ്ണിലും ഒക്കെ തളിച്ചു കൊടുത്താലും മതി. ഇതിൻ്റെ മണം കൊണ്ട് തന്നെയാണ് ചില കീടങ്ങൾ എടുക്കത്തില്ല. പിന്നെ ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാവരും ബൊഗൈൻവില്ലയ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഓൾറെഡി ബൊഗൈൻവില്ല പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കാരണം ഇത് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ. ആർക്കും കടയിൽ പോയി വാങ്ങേണ്ട കാര്യമില്ല, ഓൺലൈൻ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറും നമുക്ക് നമ്മുടെ അടുക്കളയിലുള്ള ഇത് മാത്രം മതി. ഇങ്ങനെ നല്ല രീതിയിൽ പൂവുണ്ടാകും നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ബൊഗൈൻവില്ലയുടെ മണ്ണ് നമ്മൾ
ഒത്തിരി അങ്ങ് വെറ്റാക്കി എപ്പോഴും വെക്കരുത്. നല്ലപോലെ മണ്ണ് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇതേപോലെ എടുത്ത് നോക്കുക. മണ്ണ് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കുക. അതാണ് ഈ ബൊഗൈൻവില്ലയുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. എപ്പോഴും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് കൂടുതലും ഇലകളായിരിക്കും വരുന്നത്, പൂക്കൾ വരുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സ്റ്റാർവ് ചെയ്യിപ്പിക്കുക. അതായത് വെള്ളം നമ്മൾ കുറച്ച് ദിവസം ഒഴിക്കാതിരുന്നിട്ട് ഇടയ്ക്കൊന്ന് തളിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ബൊഗൈൻവില്ല നല്ല രീതിയിൽ പൂക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതൊരു മിക്സഡ് ഡബിൾ കളറിൻ്റെ ഒരു ഹൈബ്രിഡ് ബൊഗൈൻവില്ലയാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതിനകത്ത് 2 കളറുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ബൊഗൈൻവില്ലയുടെ പർപ്പിൾ കളറ്, വൈറ്റ് കളറ്, ഓറഞ്ച്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ കാണാൻ തന്നെ ഒത്തിരി ഭംഗിയാണ്. ഇപ്പോഴേ ബൊഗൈൻവില്ലയുടെ ഈ മുള്ളില്ലാത്ത വെറൈറ്റിയൊക്കെ ഉണ്ട്. അതായത് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റി, അതാണ് ഏറ്റവും നല്ലത്. കാരണം കുഞ്ഞുങ്ങളെ ചെന്ന് തൊട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് തൊടുമ്പോഴോ ഒന്നും നമ്മുടെ കയ്യിലൊന്നും മുള്ളാകാത്തത് കൊണ്ട് അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.